യുവനിരയാണ്, ചോരത്തിളപ്പാണ്, പരീക്ഷണ കളിയാണ്. പക്ഷേ ജയിക്കാൻ ഇതൊന്നും മതിയാകുന്നില്ല ഇന്ത്യക്ക്. സ്വന്തം മണ്ണിൽ ഒരു വർഷത്തിനിടെ രണ്ടാമത്തെ സമ്പൂർണ്ണ തോൽവി. ഗൗതം ഗംഭീറിന്റെ കസേരയ്ക്ക് മുറവിളി തുടങ്ങിയിരിക്കുന്നു. വൈറ്റ് ബോളിലെ പ്രകടനം ടെസ്റ്റിൽ നിലനിർത്താൻ കാരണമാകുമോ? ഗംഭീറിനെ മാറ്റിയാൽ ഇന്ത്യക്ക് രക്ഷയാകുമോ? ഇന്ത്യൻ ടീമിലെ അസ്വാരസ്യങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അതിവേഗം പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് പുതുതലമുറയുടെ കയ്യിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഏൽപ്പിച്ചാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ഒരുങ്ങിയത്. 2 തവണ കലാശപ്പോരിൽ കൈവിട്ട കിരീടം ലക്ഷ്യമിട്ട് യുവനിര ഇറങ്ങി. ഇംഗ്ലണ്ടിൽ ഭേദപ്പെട്ട പ്രകടനം, വെസ്റ്റ് ഇൻഡീസിനെതിരെ അത്യുജ്വല ജയം. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ പരീക്ഷണത്തിന്റെ യഥാർത്ഥ പാളിച്ച വെളിച്ചത്തായതോടെ വിമർശകർ ഉണർന്നു. ടെസ്റ്റിൽ ഒരു 20-20 പരീക്ഷണം നടത്തി ടീമിനെ കൊല്ലുകയാണ് ഗംഭീർ എന്നാണ് വിമർശനം. രാഹുൽ ദ്രാവിഡും ചേതേശ്വർ പൂജാരയും ഇറങ്ങിയ 3-ാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കാനുള്ള ഗംഭീറിന്റെ തീരുമാനം കാണിച്ചു തരും ഇന്ത്യയുടെ പരീക്ഷണത്തിന്റെ ആഴം. സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരും സ്പെഷ്യലിസ്റ്റ് ബൗളർമാരും വേണ്ടിയെടുത്ത് ഓൾറൗണ്ടർമാരെ കുത്തിനിറയ്ക്കുന്ന തീരുമാനം. ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു 20-20 അല്ലെന്ന് ഗംഭീറിനെ ഓർമ്മിപ്പിക്കുന്നു രവിശാസ്ത്രി അടക്കമുള്ളവർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സർവ്വമേഖലയിലും ഇന്ത്യയുടെ യുവനിര പരീക്ഷിക്കപ്പെട്ടു. കൊൽക്കത്തയിൽ ഗംഭീർ പറഞ്ഞു വാങ്ങിയ സ്പിൻ പിച്ചിൽ ഇന്ത്യ കറങ്ങി വീഴുന്നതാണ് നമ്മൾ കണ്ടത്. 3 ഓൾറൗണ്ടർമാരടക്കം 4 സ്പിന്നർമാരുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞത് ഒരേയൊരു ഓവർ മാത്രം. ഗില്ലിന് പരിക്കേറ്റതോടെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ വിലയെന്തെന്ന് ഇന്ത്യ അറിഞ്ഞു. ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റം വരുത്തിയെങ്കിലും ഗുണമുണ്ടായില്ല. വെറും 124 റൺസ് പിന്തുടരാനാകാതെ ഇന്ത്യ വീണു. 30 റൺസിന്റെ നാണം കെട്ട തോൽവി. ഗുവാഹത്തിയിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും 2 പിച്ചിലാണോ കളിക്കുന്നതെന്ന് തോന്നിപ്പോകും. 2 ഇന്നിംഗ്സിലും ദക്ഷിണാഫ്രിക്ക തകർത്തടിച്ചപ്പോൾ ഇന്ത്യൻ നിര ചീട്ടുകൊട്ടാരം പോലെ വീണു. 408 റൺസിന്റെ വൻ തോൽവി. ദക്ഷിണാഫ്രിക്കയുടെ പേസർമാരും സ്പിന്നർമാരും ഒരുപോലെ തിളങ്ങിയപ്പോൾ ഇന്ത്യക്ക് ബുംറയെയും സിറാജിനെയും കൃത്യമായി ഉപയോഗിക്കുന്നതിൽ പോലും പിഴച്ചു. സമീപകാലത്ത് 20-20യിൽ ഇന്ത്യയുടെ അസാധ്യ മുന്നേറ്റമാണ് ഗംഭീറിന്റെ ഏറ്റവും വലിയ കൈമുതൽ. 22 20-20 മത്സരങ്ങളിൽ 20ലും ജയം. പരാജയപ്പെട്ടത് 2 എണ്ണത്തിൽ മാത്രം. വിജയ ശതമാനം 90.9. പാകിസ്ഥാനെ ഫൈനലിൽ വീഴ്ത്തി ഏഷ്യ കപ്പും ഗംഭീറിന് കീഴിൽ ടീം നേടി. ഏകദിനത്തിലും ഭേദപ്പെട്ട റെക്കോർഡുണ്ട്. 14 മത്സരങ്ങളിൽ 9 ജയം, 4 തോൽവി, 1 ടൈ. വിജയ ശതമാനം 64.28. ചാമ്പ്യൻസ് ട്രോഫി കിരീടവും ഗംഭീറിന് കീഴിൽ ടീം നേടി. അതോടെ പരിശീലക സ്ഥാനത്ത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നിലയായി. ടെസ്റ്റിൽ പക്ഷേ ഇതല്ല സ്ഥിതി. 19 മത്സരങ്ങളിൽ 10ലും തോൽവി. ജയം 7 എണ്ണത്തിൽ മാത്രം. 2 സമനില. വിജയ ശതമാനം 36.84. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 9 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു ഇന്ത്യ. ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാകുന്ന സ്ഥിതി. സ്വന്തം മണ്ണിൽ എന്നും ശക്തരായ സംഘമാണ് ദയനീയ തോൽവി ഏറ്റുവാങ്ങുന്നത്. പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചതിന്റെ ആനുകൂല്യത്തിൽ വിമർശകർ മിണ്ടാതിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അതുണ്ടായില്ല. ഗംഭീറിനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിലനിർത്തി റെഡ് ബോളിൽ ലക്ഷ്മണനെ പരീക്ഷിക്കണമെന്ന ആവശ്യത്തിന് ഇനി ശക്തി കൂടുമെന്ന് ഉറപ്പ്.